നമസ്കാരം, രജിത ബാലുവാണേ. തട്ടുന്തവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഒരു നോമ്പ് കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നോമ്പ് കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ കൈ കൊണ്ട് വെച്ച് കുടിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഞാൻ നോമ്പ് കഞ്ഞി ഉണ്ടാക്കണത്. അത് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഞാൻ ഇന്ന് ഈ കഞ്ഞി തയ്യാറാക്കണതേ കുക്കറിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റൗമിലേക്ക് കുക്കർ കയറ്റി വയ്ക്കാം കേട്ടോ. 250 ചെറുമണി ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഇന്ന് ഈ കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല പച്ചരി കൊണ്ടും നമുക്ക് ഈ കഞ്ഞി തയ്യാറാക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആശാളി എന്ന് പറയുന്ന ഒരു ഔഷധക്കൂട്ടും കൂടി ഉണ്ട് കേട്ടോ. അതാ ഇതുപോലെ ഇരിക്കും, ചുമന്ന കളറിൽ കേട്ടോ. ചെറിയ നമ്മുടെ ജീരകത്തിനേക്കാളും ചെറിയ മണി പോലെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ 250 ഗ്രാം അരിയിലേക്ക് 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമുക്ക് ഒന്ന് കഴുകി വയ്ക്കാം. ക്ഷമിക്കണം കേട്ടോ, എൻ്റെ 1-2 ക്ലിപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഫോണിൽ സ്റ്റോറേജ് പ്രോബ്ലം ആയിട്ടാന്ന് തോന്നുന്നു. അപ്പോഴേ അതിന് ശേഷമുള്ള ഭാഗം കാണിക്കണത് കേട്ടോ. അപ്പോൾ ഞാനത് വോയിസിലൂടെ പറയാം. നമ്മളെ കുക്കർ ചൂടായപ്പോഴേ കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു സവാളയുടെ പകുതി അരിഞ്ഞ് അത് ഉപ്പിട്ടിട്ട് വഴറ്റിയിട്ടുണ്ടായിരുന്നു. അത് വഴണ്ടി വന്നപ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും 5 വെളുത്തുള്ളി അല്ലിയും 3 ചെറിയ ഉള്ളി അല്ലിയും കൂടെ ഇട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയതും കൂടെ ഇട്ടിട്ട് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കി ഇട്ടതും കൊടുത്ത് ഒന്ന് വഴണ്ട് വന്നപ്പോൾ കറിവേപ്പില ഇട്ടു. അതിനുശേഷം അതിലേക്ക് നമ്മൾ പൊടിക്കാത്ത ഗരം മസാല, പട്ട, തക്കോലം, ഗ്രാമ്പു, കുരുമുളക്, ബേ ലീഫൊക്കെ കൂടിയിട്ട് അല്പം അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് വെളിച്ചെണ്ണ ചൂടായ നേരത്തെ ആദ്യം ഇടേണ്ടതായിരുന്നു കേട്ടോ. ഞാൻ മറന്നിട്ടാണ് ഇതിന് ശേഷം ഇട്ടത്. പിന്നെ ഇതിലേക്ക് ഏകദേശം 1 സ്പൂണോളം നല്ല ജീരകം ഇട്ടു. ഞാൻ കുഞ്ഞ് സ്പൂൺ കൊണ്ടായതുകൊണ്ടാണ് 2 സ്പൂൺ ഇതിൽ കാണുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഏകദേശം ചെറിയൊരു സ്പൂണോളം തന്നെ പെരുംജീരകത്തിൻ്റെ പൗഡർ ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുത്തു. മസാലയൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ ഇതിലേക്ക് ചെറിയൊരു സ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ചെറിയൊരു സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് ഒരു 150 ഗ്രാമോളം ചിക്കൻ, എല്ലില്ലാത്തത്, ഒന്ന് അരച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ കൂട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ ഈ സമയത്ത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം ഇതിലേക്ക് ചെറിയൊരു അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ലൈറ്റ് മഞ്ഞ കളറിൽ വേണം ഈ കഞ്ഞി ഇരിക്കാനായിട്ടേ. ഇപ്പം അതാ എല്ലാ മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ആശാളി അടക്കമുള്ള അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നമുക്കത് വെന്ത് വരുമ്പോൾ ഇതിൽ വെള്ളം വറ്റിയിട്ടുണ്ടാവും. അരിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ കുക്കർ അടച്ചു വെക്കാം കേട്ടോ. ജസ്റ്റ് ഒറ്റ വിസിൽ മതി കേട്ടോ ഈ അരിക്ക്. ഇത് പെട്ടെന്ന് വേവണ അരിയാണ്. ഒരു വിസിലാവുമ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കഞ്ഞിയുടെ വിസിൽ വന്നിട്ട് ഞാൻ ഇറക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ എയർ പോയപ്പോൾ ഒന്ന് തുറന്നു കേട്ടോ. ഇതാ കണ്ടോ, നമ്മുടെ ശരിക്കും ബിരിയാണി റൈസൊക്കെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കില്ലേ, അതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സ്മെല്ലാണ്. അപ്പോൾ എല്ലാ വെള്ളവും കുടിച്ചെടുത്തിട്ടുണ്ട് അരി പക്ഷെ നല്ല കറക്റ്റ് വേവാണ് കേട്ടോ. ഇനി നമുക്കിതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഈ കുക്കർ അടുപ്പത്തേക്ക് വെക്കാം. അപ്പോഴേ കുക്കർ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ഇത്രയും ഈ റൈസ് വെന്തിരിക്കുന്നതിലേക്ക് നമുക്ക് എത്രത്തോളം ഇത് കഞ്ഞി പരുവത്തിലാവണോ അത്രയ്ക്കും നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പിൻ്റെ കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇനി വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് നെയ്യിൽ ഉള്ളിയൊക്കെ മൂപ്പിച്ചൊഴിക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം തന്നെ ഇത് ഹെവിയാണ്, റിച്ചാണ്, ഒന്നും പറയാനില്ല കേട്ടോ. നമ്മൾ എന്താ പറയുക, ഇതൊക്കെ നമുക്ക് നോമ്പൊന്നും ആവണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. അത്രയും സൂപ്പറാണ്. മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു പ്രത്യേക അനുഭൂതിയാണ് എനിക്കിത് ഉണ്ടാക്കി കുടിച്ചപ്പോൾ തോന്നിയത് കേട്ടോ. അപ്പോഴേ നമ്മുടെ റംദാൻ സ്പെഷ്യൽ കഞ്ഞി വിഭവം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമുക്കിതിന് വേറെ സൈഡ് ഡിഷൊന്നും വേണ്ട കേട്ടോ. ഇത് തന്നെ കുടിച്ചാൽ മതി, അത്രയും സൂപ്പറാണ് കേട്ടോ. പിന്നെ നോമ്പൊന്നും ആവാനായിട്ട് കാത്തിരിക്കേണ്ട, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇത് വല്ലപ്പോഴും ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. ചിക്കന് പകരം മട്ടൺ ഇട്ടിട്ടോ ഒന്നും ഇല്ലെങ്കിലും ഇത് വളരെ സൂപ്പറാണ് കേട്ടോ. അതുപോലെ ഗാർണിഷിങ്ങിനായിട്ട് അവസാനം മല്ലിച്ചപ്പ് ഇതുപോലെ നൈസായിട്ടായിരുന്നു ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുക്കറിൽ നമ്മൾ വേവിച്ചേർക്കുന്ന സമയത്തായാലും മല്ലിയുടെ ഇല ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിലും വിരോധമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ
ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണു. ചെറിയ 1-2 തെറ്റുകുറ്റങ്ങൾ വന്നത് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.